ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാനിപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, മാറിയിട്ടുണ്ട്. സോ ഞാൻ അടുത്തൊരു എൻ്റെ സോളോ യാത്രയിലാണ്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ. ഞാൻ എപ്പോഴും വിചാരിക്കും ഞാൻ വീഡിയോ എടുക്കണമെന്ന്, പക്ഷേ ഞാൻ മറന്നു പോവുകയാണ് പതിവ്. ഇപ്രാവശ്യം ഞാൻ എന്തായാലും ട്രൈപോഡ് എല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്ന് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് സോളോ യാത്രയാണ് ഇത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കന്യാകുമാരിയിലോട്ടാണ്. ആസ് യൂഷ്വൽ ഞാൻ വരാത്ത സ്ഥലമാണ്, ആദ്യമായിട്ടാണ് വരുന്നത്. അതും സോളോ ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം തിരഞ്ഞെടുത്തത്. സോ ഞാനിപ്പോൾ 3 മണിക്കാണ് എത്തിയത്. ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് എന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറയാം. ഇങ്ങനെ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വടക്കാഞ്ചേരിയിൽ നിന്നാണ് കയറിയത്. എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന 16526 നമ്പർ ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് ഞാൻ വന്നത്. അതായത് നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് എന്നാണ് നമ്മുടെ റെയിൽ, അതല്ല, ഇപ്പോൾ പണ്ട് ഐലൻഡ് എക്സ്പ്രസ് ആയിരുന്ന ഒരു വണ്ടിയാണിത്. സോ ആ വണ്ടിയിലാണ് ഞാൻ വന്നത്. അത്യാവശ്യം നല്ല ലോങ് ജേർണി ആയിരുന്നു. 5:20 സ്റ്റാർട്ട് ചെയ്തിട്ട് 2:50 ഞാൻ കന്യാകുമാരിയിൽ എത്തിയത്. എല്ലാ സ്റ്റോപ്പിലും നിർത്തി പോകുന്നൊരു ട്രെയിനാണ്. എന്തുകൊണ്ട് ആ വണ്ടി ചൂസ് ചെയ്തെന്ന് വിചാരിച്ചാൽ, എനിക്ക് എൻ്റെ പ്ലാനിനനുസരിച്ച് എനിക്ക് ഈ വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഇപ്പോൾ ഇന്ന് വൈകിട്ടെത്തി, നാളെയും കൂടി കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ ഞാൻ ഇതേ വണ്ടിക്ക് തന്നെ രാവിലെ 10 മണിയാകുമ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലെത്തും. അങ്ങനെയാണ് എൻ്റെ പ്ലാൻ. ഞാൻ എവിടെ പോയാലും ഒരു 2 ദിവസം ഒന്ന് നോക്കി അത്യാവശ്യമൊക്കെ ഒന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ പോവാറ്. ഇൻട്രോയിൽ പറഞ്ഞത് ഡേറ്റ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച ഡേറ്റിനല്ല ഇപ്പം ഞാൻ വോയിസ് ചെയ്യുന്നത്. ഞാൻ പോയത് ഈ മാസം 11-ാം തീയതിയാണ് ഞാൻ യാത്ര പോയത്. നമ്മുടെ ഇലക്ഷൻ്റെ അന്നാണ് കേട്ടോ യാത്ര പോയത്. അന്ന് 5:20 ഞാൻ ട്രെയിൻ കയറിയിട്ട് അന്നേ ദിവസം തന്നെ 2:50 കന്യാകുമാരി എത്തുന്ന രീതിക്കാണ് കേട്ടോ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ യാത്ര ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ട്രെയിനിൽ അന്ന് തിരക്കൊക്കെ കുറവായിരുന്നു. നന്നായി എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ പോയത്. കൂടെ ഒരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു വായിക്കാനായിട്ട്. അങ്ങനെ ബുക്കൊക്കെ വായിച്ച് അടുത്തിരുന്ന ആൾക്കാരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞ് തിരുവനന്തപുരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ ഫുൾ കാലിയായി. അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. കന്യാകുമാരിയിലേക്ക് ഇറങ്ങാൻ വളരെ കുറച്ച് യാത്രക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത്. ഈ കമ്പാർട്ട്മെൻറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല, 1-2 പേര് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് സേഫായിട്ട് തന്നെ കന്യാകുമാരി ലാൻഡ് ചെയ്തു. 2:50 തന്നെ കറക്റ്റ് ടൈമിന് എത്തിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ എത്തേണ്ടതായിരുന്നു. അവരവിടെ ഇവിടെ പിടിച്ചിട്ടിട്ടാണ് 2:50 കൊണ്ട് വണ്ടി അവിടെ എത്തിയത്, സ്റ്റോപ്പിലെത്തിയത്. എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും നല്ല കാറ്റും പിന്നെ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചിട്ട് ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്കാണ് പോയത്. നല്ല റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഭംഗി തോന്നി. ഇങ്ങനെ ഈ മരങ്ങളൊക്കെ ഉണ്ടാകൊണ്ടായിരിക്കാം. പിന്നെ ലാസ്റ്റ് സ്റ്റേഷനാണ് ഇവിടെ. നമ്മുടെ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് വന്ന് എത്തുന്ന ലാസ്റ്റ് സ്റ്റോപ്പ്. പിന്നെ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് നേരെ ഹോട്ടലിലോട്ടാണ് പോയത്. 100 രൂപയിൽ കുറഞ്ഞ ചാർജ് വളരെ അപൂർവമായിട്ടാണ് എനിക്ക് അവിടുത്തെ യാത്രയിൽ ഓട്ടോക്കാരുടെ നിന്ന് കിട്ടിയത്. അത് ലാസ്റ്റ് ഡേ ആണ്. 80 രൂപയ്ക്ക് തന്നെ സ്റ്റേഷനിൽ കൊണ്ടാക്കിയത്. 100 രൂപയിൽ കുറഞ്ഞ ചാർജ് അന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം 100 രൂപയാണ് അവരുടെ സ്റ്റാർട്ടിങ് റേറ്റ് തന്നെ. പിന്നെ ഞാൻ സ്റ്റേ ചെയ്ത ഹോട്ടൽ ഇതാണ്, ഹോട്ടൽ രാജ പാലസ്. അത്യാവശ്യം സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ്. ഒരു റഷ് ഏരിയയിൽ തന്നെയാണ് ഞാൻ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഡീലിന് തന്നെ എനിക്ക് മേക്ക് മൈ ട്രിപ്പിന്ന് റൂം അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് 1723 രൂപയാണ് ചാർജബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇതാണ് റൂം വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഫ്രഷായി പുറത്തിറങ്ങി ഒരു കാപ്പിയൊക്കെ കുടിച്ച് അങ്ങനെ പുറത്തിറങ്ങിയിട്ട് എനിക്ക് പോകേണ്ട സ്ഥലങ്ങളുടെ സ്പോട്ടുകൾ ആദ്യം മനസ്സിലാക്കണം എന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിയർ ബൈ തന്നെ നമുക്ക് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസിൽ കുറച്ചധികം സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് നാളെ രാവിലെ എങ്ങനെയൊക്കെ പോകണം, വഴിയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ നടത്തം.
അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോണത് സൺസെറ്റ് വ്യൂ പോയിന്റിലേക്കാണ്. ഇന്ന് ഞാൻ എത്തിയ അന്ന് വൈകുന്നേരം ഞാൻ സ്പെൻഡ് ചെയ്തത് സൺസെറ്റ് മാത്രമായിരുന്നു. അതിനു മുന്നേ എനിക്ക് ഈ സ്പോട്ടുകളൊക്കെ എവിടേക്കാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു റിസർച്ച് പോലെ ഞാനിങ്ങനെ നടന്നു. നമ്മൾ എന്തായാലും വേറെ ആരും ഇല്ല, നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുക, കാഴ്ചകൾ കാണാം, മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളൊരു ഒറ്റ ലക്ഷ്യം. അത് വെച്ചിട്ട് ഇങ്ങനെ നടന്നു. ആദ്യം പോയത് സൺറൈസ് വ്യൂ പോയിന്റിലോട്ടാണ്. അവിടെ ഇങ്ങനെയൊക്കെയാണ്, നാളെ രാവിലെ വരുമ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ കാണാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നു. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് നാളെ ബോട്ടിൽ കയറിയിട്ട് തിരുവള്ളുവർ സ്റ്റാച്യു വിവേകാനന്ദ പാറയിലേക്ക് പോകേണ്ട കാര്യങ്ങൾ, അതൊക്കെ എവിടേക്കാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചു. അവിടെ ദൂരെ നിന്ന് എനിക്ക് ആ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കാണാമായിരുന്നു. അപ്പോൾ നാളത്തേക്ക് വേണ്ടി അത് എക്സൈറ്റഡ് ആണ്. പിന്നെ കന്യാകുമാരി ദേവി ക്ഷേത്രം, ആ ഒരു റൂട്ട് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചു. ഇങ്ങനെ തനിയെ ഇങ്ങനെ നമ്മൾ കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ് അത്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു ഹാപ്പിനെസ്. അങ്ങനെ ഞാൻ നടന്ന് പിന്നെ നേരെ വിട്ടത് സൺറൈസ് കളയണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും ഒരു ഓട്ടോ പിടിച്ച് സൺറൈസ് വ്യൂ പോയിന്റിൽ എത്തി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നല്ല വ്യൂ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 150 രൂപ തരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ തരാം എന്ന് പറഞ്ഞിട്ട് വ്യൂ പോയിന്റിലേക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു നടക്കാം. അപ്പം ഞാൻ നടക്കാൻ പോയില്ല, എന്തായാലും വന്നതിൻ്റെ കുറച്ച് ക്ഷീണം ഉറക്കക്കുറവിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് ഇങ്ങനെ സൺറൈസ് വ്യൂ പോയിന്റിലെത്തി. സൺറൈസ് വ്യൂ പോയിന്റിൽ ആകുമ്പോഴേക്കും നല്ല കടകളൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചെറിയ ചെറിയ തട്ടുകടകൾ ധാരാളം ഉണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം നന്നായി ഫുഡൊക്കെ അടിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. സൺറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഒന്നും പറയാനില്ല, കിടു സൺറൈസ് ആയിരുന്നു. നമ്മൾ മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷായി റിലാക്സായി നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് കുറേ നേരം വേണമെങ്കിൽ ഇരുന്ന് പോവും. അടിപൊളിയായിട്ട് എനിക്ക് സൺറൈസ് കാണാൻ സാധിച്ചു. അതായത് ജീവിതത്തിൽ ഇങ്ങനെ ഒരു സൺറൈസ് ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം നമ്മൾ നിത്യജീവിതത്തിൽ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കുന്നൊന്നും നോക്കി നിന്നിട്ടില്ല, ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. എനിക്ക് കാണാൻ ഇഷ്ടമൊക്കെ ആണെങ്കിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി നിന്നിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ ശരിക്കും നമുക്കൊരു തെറാപ്പി പോലെയാണ് ഇത്. സൂര്യൻ ശരിക്കും കടലിലോട്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്ന പോലെയുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. ഒന്നും പറയാനില്ല, അത് നമുക്ക് നേരിട്ട് അനുഭവിച്ചവർക്ക് എന്തായാലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു സൺസെറ്റ് എനിക്ക് കന്യാകുമാരിയിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ പറയാം. അത് എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി, അതിന് ഞാൻ താങ്ക് ഗോഡ് എന്ന് പറയുള്ളൂ. നമുക്കത് ഇത്രയും വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. എനിക്കിതൊക്കെ വലിയ കാര്യം ചെയ്തെന്തോ ഫീലാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്നു സ്പെൻഡ് ചെയ്തു. സൺസെറ്റൊക്കെ അടിപൊളിയായിട്ട് കണ്ടു. അപ്പോഴേക്കും അത്യാവശ്യം ക്രൗഡായി അവിടെ, ആൾക്കാരൊക്കെ വന്നു തുടങ്ങി, ലൈവായി ആ ഒരു ഏരിയ മൊത്തം. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഞാൻ എത്തിയത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ആയിട്ട് പോലും അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ബഗ്ഗി സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വ്യൂ പോയിന്റ്സിലേക്കൊക്കെ ഷട്ടിൽ സർവീസ് നടത്തും അവർ. പക്ഷെ ഞാനിങ്ങനെ കുറേ നേരം നടന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ സൺസെറ്റ് വ്യൂ ഒക്കെ അടിപൊളിയായിട്ട് കണ്ട് ഇങ്ങനെ കുറച്ച് മുന്നോട്ട് ഇങ്ങനെ നടന്നപ്പോഴാണ് ഇവിടെ ചെറിയൊരു മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ കണ്ടത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ മുന്നോട്ട് പിന്നെയും കുറച്ച് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത്. ഒരു 6:30-ക്ക് ശേഷം ഞാൻ സൺസെറ്റ് വ്യൂ പോയിന്റിൽ നിന്ന് തിരിച്ച് നമ്മുടെ റൂമിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് പിന്നെ പോവാണ് ഉണ്ടായത്. അവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. അവിടെ ഒരു ഹോട്ടൽ, അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ ഞാൻ വന്നപ്പോൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് പിന്നെ റൂമിൽ പോയി. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ റൂമിലെത്തി. അപ്പോൾ അത്രയാണ് ഞാൻ വന്ന ദിവസം ഉണ്ടായത്. സൺസെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഫുഡും അടിപൊളിയായിരുന്നു, രക്ഷയുണ്ടായിരുന്നില്ല, അതിന് മുഴുവൻ കഴിച്ചു. വന്നപ്പോൾ ഞാനൊരു കാപ്പി മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. സോ അത് മുഴുവൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ റൂമിലോട്ട് പോയത്. സോ അത്രയേ ഉള്ളൂ ഡേ 1 ഞാൻ കന്യാകുമാരിയിൽ ലാൻഡ് ചെയ്ത ദിവസം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ബിലോ.
കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, ഞാനത് അവിടെ ഇരുന്ന് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുള്ളൂ. പിന്നെ എന്നെ പോലെയുള്ള ചെറിയ ചെറിയ ക്രിയേറ്റേഴ്സിനൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണമല്ലോ. സോ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. സോളോ യാത്രയുടെ കൂടുതൽ വിശേഷങ്ങൾ, കന്യാകുമാരി ഞാൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്തതെന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ട്രെയിനാണ് വന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്, ഏത് ട്രെയിനാണെന്നും പറഞ്ഞു. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടി കൊടുത്തിരിക്കാം. റൂം അത്യാവശ്യം കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ അങ്ങനെ ഭയങ്കരമായി റൂമിലിരിക്കാൻ വരുന്ന ഒരാളല്ല. ഞാൻ എവിടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്താണ് ഫുൾ എക്സ്പ്ലോർ ചെയ്യണത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂം തന്നെയാണ് ഞാൻ ചൂസ് ചെയ്യാറ്. കാരണം നമ്മൾ റൂമിലിരിക്കുന്നില്ലല്ലോ, പിന്നെ നമ്മൾ അത്രയും പൈസ കൊടുത്ത് റൂം എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത്യാവശ്യം സേഫ് ആൻഡ് സെക്യൂർ, അത്യാവശ്യം ബേസിക് കാര്യങ്ങൾ നല്ലതായിരിക്കണം എന്ന് വളരെയധികം റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ റൂമൊക്കെ സെലക്ട് ചെയ്യാറ്. അതും സിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് ഞാൻ പൊതുവേ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ റൂം പ്രിഫർ ചെയ്യാറ്. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ യാത്രയിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കാരണം റിസോർട്ടിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ പൈസ കൊടുത്ത് അവിടെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടാവുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ജസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബേസിക് കമ്മ്യൂണിറ്റീസ് ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് സിറ്റിയുടെ ഉള്ളിൽ തന്നെ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 കൺസിഡറേഷൻ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഞാൻ റൂം സെലക്ട് ചെയ്യാറ്. ഇതൊരു ടിപ്പാണ്, ആർക്ക് വേണം എല്ലാവർക്കും അറിയാമായിരിക്കാം, മേ ബി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഈ റൂമിന് എനിക്ക് 2 ദിവസമായത് 1723 രൂപയാണ്. ഹോട്ടൽ രാജ പാലസ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, ചിലവർക്ക് പെടാതിരിക്കാം. എന്നെ പോലെ മൈൻഡുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. ബിക്കോസ് നമ്മളൊന്ന് കിടക്കാനും ഫ്രഷ് ആവാനും വേണ്ടി മാത്രം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ റൂമിൻ്റെ കാര്യം അങ്ങനെയാണ്. പിന്നെ ടിക്കറ്റ് ഞാൻ സ്ലീപ്പറിലാണ് എടുത്തിട്ടുള്ളത്. അപ്പ് ആൻഡ് ഡൗൺ സ്ലീപ്പറിൽ തന്നെയാണ്. കൺഫേം ടിക്കറ്റ് തേർഡ് ആപ്പ് വഴി എടുത്തതുകൊണ്ട് ഇൻ കേസ് ഞാൻ ചിലപ്പോൾ യാത്ര ക്യാൻസൽ ചെയ്താൽ ഫുൾ ക്യാൻസലേഷൻ ചാർജും കൂടി കൊടുത്തിട്ടാണ് ഞാൻ എപ്പോഴും ബുക്ക് ചെയ്യാറ്. ഞാൻ IRCTCയുടെ ആപ്പ് വഴിയല്ല ബുക്ക് ചെയ്യുക. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ പേ ചെയ്ത എമൗണ്ടിൻ്റെ ഒരു 95% നമുക്ക് തിരിച്ചു കിട്ടും, തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്യുന്ന കാരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ട് എനിക്കൊരു 350 ആ ഒരു റേഞ്ചായി. ശരിക്കും അത്ര ഇല്ല സ്ലീപ്പറിൽ, 350 362 ആ ഒരു റേഞ്ചിലായി അപ്പ് ആൻഡ് ഡൗൺ അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ലോക്കൽ സ്ഥലങ്ങളിലേക്ക് ഞാനെല്ലാം നടന്നിട്ടാണ് പോകുന്നത്. ഈ പറഞ്ഞ 3 സ്ഥലങ്ങൾ തന്നെയുള്ളൂ. പിന്നെ മെയിൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നാളെ തിരുവള്ളുവർ സ്റ്റാച്യുവും വിവേകാനന്ദപ്പാറയും പോകുന്നത് നമുക്കറിയാമല്ലോ, ബോട്ടിലായിരിക്കും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ അവിടെ ഗ്ലാസ് ബ്രിഡ്ജും കൂടി വന്നിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് നന്നായി റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ എല്ലാ സ്ഥലത്തേക്കും പോവാറ്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ കേട്ടിരുന്നു 100 രൂപയുടെയും 300 രൂപയുടെയും സ്പെഷ്യൽ ക്യൂവും സാധാരണ ക്യൂ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പല വീഡിയോസും ഞാൻ സെർച്ച് ചെയ്തിട്ട് അതിലൊരു എന്താ പറയുക, നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാന്നുള്ളൊരു വീഡിയോ കണ്ടു. അപ്പം ഞാൻ അവരുടെ സൈറ്റിൽ കയറിയിട്ട് ഓൺലൈൻ ത്രൂ ബുക്ക് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും കൂടി എടുത്തിട്ടാണ് ഞാൻ നാളെ ഫെറിയിൽ കയറാൻ പോകുന്നത്. അപ്പോൾ അത് ഞാൻ സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 300 രൂപയുടെ ക്യൂ തന്നെ എടുത്ത് നാളെ പോകുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്നുള്ളത്. നാളെ സൺറൈസ് കണ്ടതിന് ശേഷം നേരെ അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും പറയാം. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. എന്തായാലും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ബൈ.